ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു പിടിയുടെ റെസിപ്പിയാണ്. ഈ നോമ്പുകാലത്ത് പത്തിരിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇറച്ചിക്കറിയുടെ കൂടെയും മുട്ടക്കറിയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു പിടിയാണിത്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇതിനായിട്ട് ഞാനൊരു 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4.5 ഗ്ലാസ് വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി നമ്മൾ പത്തിരിക്ക് വാട്ടുന്നത് പോലെ ഒന്നും വാട്ടണ്ട. ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇതായിട്ടുണ്ട്. ഇത് നമുക്കിനി തീ ഓഫാക്കിയിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഇത് കുഴച്ചെടുക്കണം. ഇത് നല്ലപോലെ ചൂടൊന്നും വേണ്ട കുഴച്ചെടുക്കുമ്പോൾ. ഇത് ഞാൻ കുഴച്ചെടുത്തതാണിത്. ഇത് പത്തിരിക്ക് കുഴച്ചെടുക്കും പോലെ ഒന്നും കുഴക്കണ്ട. പത്തിരിക്ക് കുഴക്കുന്നതിൻ്റെ ഒരു പകുതി കുഴച്ചാൽ മതി. ഇത് ഇങ്ങനെ ഓരോ ഉരുളകളാക്കി നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം. കയ്യിലൊട്ടാതിരിക്കാൻ ഇച്ചിരി പൊടിയാക്കിയാൽ മതി കയ്യിൽ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്കിത് ചെറിയൊരു ഉരുളയാക്കി എടുക്കണം. ഉരുളയല്ല, ഇച്ചിരി പരത്തി ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. എല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 ചെറിയ ഉള്ളി. തേങ്ങ എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരയൊന്നും വേണ്ട, ഒരു 1/4 ഭാഗം അരഞ്ഞു കിട്ടിയാൽ മതി. നമ്മൾ കറിക്ക് അരക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം അരിഞ്ഞെടുത്താൽ മതി. ഇനി അതിലേക്ക് ഞാനൊരു 6 ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പിടി മൂടുന്നത് പോലെയാണ് കേട്ടോ വെള്ളം വേണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പിടിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പിടി ഈ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പകുതിയെ ചേർത്ത് കൊടുക്കാവുള്ളൂ, ഫുള്ള് ചേർത്ത് കൊടുക്കരുത്. ഇതൊന്ന് 1 മിനിറ്റ് ഇതിൽ കിടന്ന് വെന്തിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും. നമ്മൾ ആവിയിലൊന്നും വേവിക്കാതെ അല്ലേ ഇത് തയ്യാറാക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കിയാൽ ഒട്ടും ഒന്നുമില്ല കേട്ടോ. ഇത് 1 മിനിറ്റ് നേരം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി പിടിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് കുറച്ച് നേരം ഇളക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊക്കെ പിടിക്കുന്നുണ്ടോയെന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് 1-2 പ്രാവശ്യമൊക്കെ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്നും ഇതുപോലെ തയ്യാറാക്കിയ ഒറ്റയൊന്നും അതിന് ഒട്ടിപ്പിടിക്കുകയോ കട്ട കൂടുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ചെറിയ തീയാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇതായിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട്
നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും മതി. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നൊരു വിഭവമാണ് ഈ പിടി. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാട്ടോ ഇത്. ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നിങ്ങൾക്കിത് വേവിക്കുന്ന വെള്ളം നമ്മൾ ഇടുന്ന പിടിയുടെ ഒരു പാകത്തിന് വെച്ചാൽ മതി. വെള്ളം കുറേ ആയി പോയാൽ കുറച്ച് അരിപ്പൊടി എടുത്ത് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി, കുറുകി കിട്ടും. ഇത് നമുക്കെല്ലാം പാകമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.